ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BBA FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ്. സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ 2 ചാപ്റ്ററുകളാണുള്ളത്. ഒരു ചാപ്റ്റർ ടൈം വാല്യൂ ഓഫ് മണി, മറ്റൊരു ചാപ്റ്റർ സോഴ്സ് ഓഫ് ഫിനാൻസ്. അതിൽ ടൈം വാല്യൂ ഓഫ് മണിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ 2 പാർട്ടുകളായിട്ട് നമ്മൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ആ ക്ലാസ്സുകൾ വാച്ച് ചെയ്യാം. നമ്മളൊരു ചാനലിലൂടെ സെക്കൻഡ് സെമസ്റ്റർ FIUGP BCOMൻ്റെയും BBAയുടെയും കൊമേഴ്സ് റിലേറ്റഡുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സോഴ്സ് ഓഫ് ഫിനാൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ബിസിനസ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ്, ഏതൊക്കെ ഉറവിടത്തിൽ നിന്നാണ് കണ്ടെത്തുന്നത്, അതാണെന്ത് സോഴ്സ് ഓഫ് ഫിനാൻസ് കൊണ്ട് അർത്ഥം. സോഴ്സ് പറയുന്നതാണ് ഉറവിടം, ഫിനാൻസ് പറയുന്നതാണ് ഫണ്ട്. അപ്പോൾ ഒരു ഫണ്ട് ഏതൊക്കെ വേയിലൂടെയാണ് ഒരു ബിസിനസ് കണ്ടെത്തുന്നത്, അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു ബിസിനസ് ഏതൊക്കെ വഴിയിലൂടെയാണ് ഫണ്ടുകൾ കണ്ടെത്തുന്നത്. സോഴ്സ് ഓഫ് ഫിനാൻസ് റെഫേഴ്സ് ടു ദി വേരിയസ് വേ ബൈ വിച്ച് ബിസിനസ് റൈസ് ഫണ്ട്. അല്ലേ, ഏതൊക്കെ വഴിയിലൂടെയാണ് ഒരു ബിസിനസ് ഫണ്ട് റേസ് ചെയ്യുന്നത്, എന്തിനൊക്കെ വേണ്ടിയാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്? ടു സ്റ്റാർട്ട്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിന് വേണ്ടി ഫണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഫണ്ടായിരിക്കും, അല്ലെങ്കിൽ മോഡേണൈസേഷനുള്ള ഫണ്ടായിരിക്കും. അപ്പോൾ ഒരു ബിസിനസ് അവരുടെ പ്രവർത്തനത്തിനും അവരുടെ മോഡേണൈസേഷനും അവരുടെ എക്സ്പാൻഷനും വേണ്ടി ഏതൊക്കെ വഴിയിലൂടെയാണോ ഫണ്ട് കണ്ടെത്തുന്നത് അതിനെ പറഞ്ഞാണ് സോഴ്സ് ഓഫ് ഫിനാൻസ്. പ്രധാനമായിട്ടും 2 സോഴ്സ് ഓഫ് ഫിനാൻസുകളാണുള്ളത്. അതിൽ ഒന്ന് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. അതായത് ഒരു വർഷത്തിനുള്ള അവരുടെ ബിസിനസ്സിൻ്റെ പ്രധാനമായിട്ടും ഡെയിലി ഓപ്പറേഷനുള്ള ഫണ്ട് കണ്ടെത്തലാണിത് സോഴ്സ് ഓഫ് ഫിനാൻസ്. അപ് ടു 1 ഇയർ വരെയാണത് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ്, ഇതൊക്കെയാണ് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ഉള്ളത്. നമ്മളുടെ സിലബസിൽ മെയിനായിട്ട് വരുന്നത് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. അപ്പോൾ 2 സോഴ്സ് ഓഫ് ഫിനാൻസ് ഉണ്ട്. ഒന്ന് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസും മറ്റൊന്ന് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസും. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിലുള്ള ഫണ്ട് കണ്ടെത്താനാണ് ഷോർട്ട് ടേം ഉപയോഗിക്കുന്നത്. ലോങ് ടേം മോർ ദാൻ 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ സിലബസിൽ വരുന്നത് ഏതാണ്? ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. എങ്കിലും ഷോർട്ട് ടേം സോഴ്സ് എന്താണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ് ടു 1 ഇയർ ആണ്. ഏതൊക്കെ അതിൽ വരും? കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ്, ട്രഷറി ബില്ല്, ഫാക്ടറിങ് ഒക്കെ പ്രധാനപ്പെട്ട ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. അപ്പോൾ നമുക്ക് സിലബസിൽ മെയിനായിട്ട് പറഞ്ഞു ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് വരുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ആണ്. ഈ ഒരു ടോപ്പിക്കാണ് നമ്മുടെ സിലബസിൽ വരുന്നത്. ഈ ഒരു ടോപ്പിക് കൃത്യമായിട്ട് ഇതിൽ 12 ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ലോങ് ആയിട്ടും ഇതിൽ ഓരോ ടേമുകളും ഓരോ സോഴ്സ് ഓഫ് ഫിനാൻസും ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ക്ലാസിഫിക്കേഷൻ ഓഫ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. ഒന്ന് ഇക്വിറ്റി ഷെയർ ആണ്. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് ഷെയറാണ്. ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് ഷെയറാണിത് ഇക്വിറ്റി ഷെയർ. ഇവർക്ക് എന്തുണ്ടായിരിക്കും? ഒരു കമ്പനി ബോർഡ് മീറ്റിങ്ങിൽ വോട്ടിംഗ് റേറ്റ് ഉണ്ടായിരിക്കും. ഇവർക്ക് ഡിവിഡൻഡ് എന്തായിരിക്കില്ല, ഫിക്സഡ് ആയിരിക്കില്ല. പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഇക്വിറ്റി ഷെയർ എന്താണ്? ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് ഷെയർ ആണ്. അവർ കമ്പനിയിൽ എന്തുണ്ടായിരിക്കും? വോട്ടിംഗ് റേറ്റ് ഉണ്ടായിരിക്കും. അവർ എന്തായിരിക്കില്ല, അവരുടെ ഡിവിഡൻഡ് ഫിക്സഡ് ആയിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മീനിങ് നോക്കാം. ഇക്വിറ്റി ഷെയർസ് ആർ ദോസ് ഷെയർസ്, അല്ലേ, ഒരു പ്രത്യേക ഷെയറാണ് വിച്ച് റെപ്രസെൻറ്റ് ഓണർഷിപ്പ് ഓഫ് എ കമ്പനി. അവരെന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു കമ്പനിയുടെ ഓണർഷിപ്പാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ റിയൽ ഓണേഴ്സ്. ഒരു കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആണ് ആര്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ദേ ബിയർ അൾട്ടിമേറ്റ് റിസ്ക് ആൻഡ് റിവാർഡ് ഫോർ ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസ്സിൽ റിസ്ക് വന്നാൽ അവർ ഏറ്റെടുക്കണം. ഇനി നല്ല ലാഭം ഉണ്ടെങ്കിൽ അത് അവർക്ക് അവകാശപ്പെട്ടതുമാണ്. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആയിരിക്കും. ഇനി ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഒരു പെർമനൻറ്റ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനിയാണ്. ഇക്വിറ്റി ഷെയർസ് എന്താണ്? ഒരു കമ്പനിയുടെ പെർമനൻറ്റ് ക്യാപിറ്റലാണ്. അവർക്ക് എന്തുണ്ട്? വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് മീനിങ് ഒക്കെ എഴുതുമ്പോൾ എഴുതാം ക്യാരി വോട്ടിംഗ് റൈറ്റ് ഉണ്ട്.
ഡിവിഡൻഡ് എന്തായില്ല, ഫിക്സഡ് അല്ല. ഡിവിഡൻഡ് എന്ത് ചെയ്യും, മാറ്റം വരും. അതായത് നല്ല പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഡിവിഡൻഡ് കിട്ടും. ഇനി കുറഞ്ഞ പ്രോഫിറ്റ് ആണെങ്കിൽ കുറഞ്ഞ ഡിവിഡൻഡ് കിട്ടുള്ളൂ. ഇനി ലോസ് വന്നാൽ അതും സഹിക്കേണ്ടി. അപ്പോൾ ഡിവിഡൻഡ് ഒരിക്കലും ഫിക്സഡ് ആയിരിക്കില്ല. ദെൻ റെസിജ്വൽ ക്ലെയിം ഓൺ പ്രോഫിറ്റ് ആൻഡ് അസറ്റ്. അവർക്ക് റെസിജ്വൽ ക്ലെയിമാണ്, പ്രോഫിറ്റിലും അസറ്റിലും റെസിജ്വൽ ക്ലെയിമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വരുന്നത്. ദെൻ ഹയർ റിസ്ക് ആൻഡ് ഹയർ റിട്ടേൺ. ഇക്വിറ്റി ഷെയർസ് അല്ലേ, നമുക്ക് ഹയർ റിസ്ക് ആണ്, നമ്മളെന്താണ് അല്ലെ വലിയൊരു റിസ്ക് ആയിട്ട് എടുക്കുകയാണ്. ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് നമ്മൾ കൈപ്പറ്റുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തും കിട്ടും, ഹയർ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോ മെച്യൂരിറ്റി ഓർ റീപേയ്മെൻറ്റ്. ഇക്വിറ്റി ഷെയർസ് എന്തില്ല, ഒരു മെച്യൂരിറ്റി, ഒരു കാലാവധി ഇല്ല. ഇത്ര കാലത്തിൽ ഒരു കൊല്ലം കൊണ്ട് നിങ്ങളുടെ ഫണ്ട് കിട്ടും, അങ്ങനെ ഒരു രീതി ഇവിടെ ഇല്ല, ഇക്വിറ്റിനില്ല. അപ്പോൾ റീപേയ്മെൻറ്റോ മെച്യൂരിറ്റി പീരിയഡോ എന്തിനില്ല, ഇക്വിറ്റി ഷെയർസിനില്ല. ദെൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ റൈറ്റ്. ഓണർഷിപ്പ് കൊണ്ട് ആ ബിസിനസ് കൺട്രോൾ ചെയ്യാനുള്ള അവകാശം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. അപ്പോൾ ഒരു കമ്പനിയുടെ റിയൽ ഓണേഴ്സാണ് ആര്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഓരോ ഫീച്ചേഴ്സും കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഫീച്ചേഴ്സ് വെച്ചിട്ട് മീനിങ് എഴുതിയാലും മതി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് സെറ്റ് ഇക്വിറ്റി ഷെയർസ്. ഒരു കമ്പനി ഡിസ്കൗണ്ടിൽ അവരുടെ എംപ്ലോയീസിനോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ സെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി അവരുടെ ഇക്വിറ്റി ഷെയർ കുറഞ്ഞ റേറ്റിൽ, കുറഞ്ഞ നിരക്കിൽ അവരുടെ സ്റ്റാഫായിട്ടുള്ള എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ കൊടുക്കുക, അതിനാണെന്ന് പറയുന്നത് സെറ്റ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ കറക്റ്റ് മീനിങ് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ടേമാണ്. സെറ്റ് ഇക്വിറ്റി റെഫേഴ്സ് ടു ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, കമ്പനിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ടു ഇറ്റ്സ് എംപ്ലോയീസ്. ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്, എംപ്ലോയീസിന് ഓർ ഡയറക്ടേഴ്സ്. അപ്പോൾ ഒരു കമ്പനി അവരുടെ എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്നത്. അറ്റ് ഡിസ്കൗണ്ട്. ഇതെന്താ ഇഷ്യൂ ചെയ്യുക, ഡിസ്കൗണ്ടിലാണ്, കുറഞ്ഞ നിരക്കിലാണ്, ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുക. ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് അല്ലേ, അല്ലെങ്കിൽ കൺസിഡറേഷൻ, ക്യാഷ് അല്ലാത്ത മറ്റു കൺസിഡറേഷൻ. ഇൻ റെക്കഗ്നിഷൻ ഓഫ് ദെയർ ഹാർഡ് വർക്ക്, ടെക്നിക്കൽ നോ ഹൗ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർ വാല്യൂ അഡിഷൻ ടു ദി കമ്പനി. അപ്പോൾ ഒരു കമ്പനിയുമായിട്ട് അവരുടെ നല്ല സർവീസിന് അല്ലെങ്കിൽ അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് ഒരു കമ്പനിക്ക് ഇഷ്ടപ്പെട്ട എംപ്ലോയീസിനോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോ കുറഞ്ഞ നിരക്കിൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ സെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് അല്ലേ, ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഒന്നില്ലെങ്കിൽ എംപ്ലോയീസിനാണ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ്. ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ അല്ലോ, ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്സ് ഓഫ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ക്യാരി പ്രിഫറൻഷ്യൽ റേറ്റ്സ് റിഗാർഡിംഗ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അറ്റ് ദി ടൈം ഓഫ് ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ലിക്വിഡേഷൻ്റെ സമയത്ത്, അതായത് ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത്, വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടുക. അപ്പോൾ ഒരു കമ്പനി എന്ത് ചെയ്യാണ്, പിരിച്ചുവിടുകയാണ്. ആ ഒരു സമയത്ത് പ്രിഫറൻഷ്യൽ റേറ്റ് ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് പറഞ്ഞ പേരാണത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഒരു കമ്പനി പിരിച്ചുവിടുമ്പോൾ ആർക്ക് പ്രിഫറൻഷ്യൽ റേറ്റ് ഉണ്ടായിരിക്കും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻഷ്യൽ റേറ്റ് ഉണ്ടായിരിക്കും. രണ്ട് കാര്യത്തിലാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻഷ്യൽ റേറ്റ് ഉള്ളത്. ഒന്ന് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് പേയ്മെൻറ്റിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് ആർക്ക് നൽകിയിരിക്കണം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഡിവിഡൻഡ് നൽകിയിരിക്കണം. അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇല്ല, ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുക വെച്ചാൽ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് ആർക്ക് നൽകിയിരിക്കണം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നൽകിയിരിക്കണം. അപ്പോൾ ഒരു കമ്പനിയിൽ പ്രിഫറൻഷ്യൽ റേറ്റ് ഉള്ള ഷെയർ ഹോൾഡേഴ്സാണ് ആര്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഫീച്ചേഴ്സ് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രിഫറൻസ് ഷെയറിൻ്റെ ഒരു ഫീച്ചേഴ്സാണ് ഫിക്സഡ് റേറ്റ് ആയിരിക്കും. ഡിവിഡൻഡ് ഫിക്സഡ് ആയിരിക്കും. ഇക്വിറ്റിക്ക് എന്തല്ല, ഡിവിഡൻഡ് ഫിക്സഡ് അല്ല. ദെൻ പ്രിഫറൻസ് ഇൻ ഡിവിഡൻഡ് പേയ്മെൻറ്റ് അല്ലേ,
ഒരു പ്രിഫറൻസ് ഉണ്ട്, മുൻഗണന ഉണ്ട്. ഡിവിഡൻഡ് പേയ്മെൻറ്റിൽ മുൻഗണന ഉണ്ട്. ആദ്യം ആർക്ക് നൽകണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നൽകണം. അതിനുശേഷം മാത്രമേ ആർക്ക് നൽകേണ്ടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് നൽകേണ്ട ആവശ്യമുള്ളൂ. ദെൻ പ്രിഫറൻസ് ഇൻ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ റിട്ടേൺ സമയത്തും ആർക്ക് പ്രിഫറൻസ് ഉണ്ട്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഉണ്ട്. ജനറലി നോ വോട്ടിംഗ് റൈറ്റ്. ഇവർക്ക് എന്തില്ല? കമ്പനിയിൽ യാതൊരു വോട്ടിംഗ് റൈറ്റും ഇല്ല. ഇതൊരു ഹൈബ്രിഡ് നാച്ചുറാണ്. ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റാണ്. പൂർണ്ണമായിട്ടും ഇക്വിറ്റി അല്ല, എന്നാൽ പൂർണ്ണമായിട്ടും ഡെപ്റ്റും അല്ല. ഇക്വിറ്റിയുടെയും ഡെപ്റ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണിത്. പ്രിഫറൻസ് ഷെയർസ് ഡിവിഡൻഡ് പേയബിൾ ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഇവർക്ക് ഡിവിഡൻഡ് കൊടുക്കുക പ്രോഫിറ്റിൻ്റെ പുറത്താണ്. അപ്പോൾ എന്താണ് പ്രിഫറൻസ് ഷെയർസ്, അതിൻ്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഷെയർസിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് പോയിൻ്റാണ് ഓണേഴ്സ് ഓഫ് ദി കമ്പനിയാണ്. ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഓണേഴ്സാണ്, റിയൽ ഓണേഴ്സാണ്. പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രിഫറൻഷ്യൽ മുൻഗണനയുള്ള ഷെയർ ഹോൾഡേഴ്സാണ്. സെക്കൻഡ് പോയിന്റ്, ഡിവിഡൻഡ് ഈസ് നോട്ട് ഫിക്സഡ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് എന്തല്ല? ഫിക്സഡ് അല്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് ഫിക്സഡ് ആണ്. തേർഡ് പോയിന്റ്, ഡിവിഡൻഡ് പെയ്ഡ് ആഫ്റ്റർ പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം മാത്രമേ ആർക്ക് ഡിവിഡൻഡ് കൊടുക്കുള്ളൂ? ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കുള്ളൂ. ദെൻ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഡിവിഡൻഡ് പെയ്ഡ് ബിഫോർ ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിന് കൊടുക്കേണ്ട മുമ്പ് ആർക്ക് കൊടുക്കും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് ഹാവ് ഫുൾ വോട്ടിംഗ് റൈറ്റ്. ഇക്വിറ്റി ഷെയർസിന് കമ്പനിയിൽ ഫുൾ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഹാവ് ലിമിറ്റഡ് വോട്ടിംഗ് റൈറ്റ്. ഒന്നുകിൽ ലിമിറ്റഡ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഹയർ റിസ്ക് ആൻഡ് ഹയർ റിട്ടേൺ. ഇക്വിറ്റി ഷെയർസിൽ ഹയർ റിസ്ക്കും ഉണ്ട്, ഹയർ റിട്ടേണും ഉണ്ട്. പ്രിഫറൻസ് ഷെയർസിൽ ലോവർ റിസ്ക് ആൻഡ് സ്റ്റേബിൾ റിട്ടേൺ അല്ലേ. നമുക്ക് ഫിക്സഡ് ഡിവിഡൻഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റേബിൾ റിട്ടേൺ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് ക്യാപിറ്റൽ റീപെയ്ഡ് ആഫ്റ്റർ പ്രിഫറൻസ് ഷെയർസ് അല്ലേ. അതായത് ഇക്വിറ്റി ഷെയർസിന് ക്യാപിറ്റൽ കൊടുക്കുക പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം മാത്രമാണ്. ക്യാപിറ്റൽ റീപെയ്ഡ് ബിഫോർ ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിന് മുമ്പ് എന്ത് കൊടുക്കും? ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് നടക്കും. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു കമ്പനിയിൽ അല്ലേ മാനേജ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. യൂഷ്വലി ഡു നോട്ട് കൺട്രോൾ ദി മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് യാതൊരു കൺട്രോളും ആർക്കില്ല? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡിവിഡൻഡ് ഡിപ്പെൻഡ് ഓൺ പ്രോഫിറ്റ് ആണ്. ഇക്വിറ്റി ഷെയർസിൻ്റെ ഡിവിഡൻഡ് പ്രോഫിറ്റുമായി ഡിപ്പെൻഡാണ്. പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഡിവിഡൻഡ് കിട്ടും, പ്രോഫിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് ലഭിക്കില്ല. പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിലോ അല്ല, ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ്. എല്ലാ വർഷവും ഒരു ഫിക്സഡ് ഡിവിഡൻഡ് ആയിരിക്കും കിട്ടുക. നോട്ട് ജനറലി റെഡീമബിൾ. ഇക്വിറ്റി ഷെയർസ് എന്തില്ല? റെഡീമബിൾ ഇല്ല. പ്രിഫറൻസ് ഷെയർസ് യൂഷ്വലി റെഡീമബിൾ ആണ്. ഒരു കാലാവധിക്ക് ശേഷം അത് റെഡീം ചെയ്യും. സൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് സീക്കിംഗ് ഗ്രോത്ത്. ഇക്വിറ്റി ഷെയർസ് കൂടുതലും ബെസ്റ്റ് ഗ്രോത്ത് പ്രതീക്ഷിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനാണ്. പ്രിഫറൻസ് ഷെയർസോ സൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റിംഗ് സീക്കിംഗ് സ്റ്റേബിൾ ഇൻകം. നമുക്ക് എന്ത് കിട്ടണം? ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടണം. അല്ല, ഫിക്സഡ് ഡിവിഡൻഡ് ആയതുകൊണ്ട് സ്റ്റേബിൾ ഇൻകം കിട്ടണം എന്ന് പ്രതീക്ഷിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനുള്ളതാണിത് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ രണ്ട് ഷെയറിനെ കുറിച്ചും കൃത്യമായിട്ട് അറിഞ്ഞാൽ തന്നെ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കും. നെക്സ്റ്റ് വരുന്ന ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് ആർ ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ടു റേസ് ബോറോഡ് ഫണ്ട്. ബോറോഡ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിന് പറഞ്ഞ പേരാണ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ക്രെഡിറ്റേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആരാണ്? ഒരു കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആണ്. ആൻഡ് ആർ എൻറ്റൈറ്റിൽഡ് ടു എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അവർക്ക് എന്ത് കിട്ടും? ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. കമ്പനികളാണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. എന്തിനാണ്? അല്ലേ, ബോറോഡ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബഞ്ചർ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് അല്ല. ആരാണ്? ക്രെഡിറ്റേഴ്സ് ആണ്. ദെൻ ഡിബഞ്ചറിൽ നിന്ന് നമുക്ക് കിട്ടുക ഡിവിഡൻഡ് അല്ല, ഇൻട്രസ്റ്റ് ആണ്.
അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആണ്, ഇൻട്രസ്റ്റ് ആണ് ലഭിക്കുക. ഇനി ഫീച്ചേഴ്സ് നോക്കാം. ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഡിബഞ്ചേഴ്സ്. ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ, ഡിബഞ്ചർ എന്താ കിട്ടുക, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കിട്ടുക. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആരാണ്, ഒരു കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആണ്. ഇൻട്രസ്റ്റ് പേയബിൾ ഈവൻ ഡ്യൂറിങ് ലോസ് ആണെങ്കിൽ പോലും എന്ത് നൽകും, ഇൻട്രസ്റ്റ് നൽകും. നോ വോട്ടിംഗ് റേറ്റ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്തില്ല, കമ്പനിയിൽ വോട്ടിംഗ് റേറ്റ് ഇല്ല. ക്യാൻ ബി സെക്യൂർഡ് ഓർ അൺസെക്യൂർഡ്, ഡിബഞ്ചേഴ്സ് സെക്യൂർഡ് ആവാം, അൺസെക്യൂർഡ് ആവാം. റെഡീമബിൾ ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ്, ഒരു ഫിക്സഡ് കാലാവധിക്ക് ശേഷം റെഡീമബിൾ ചെയ്യും. അപ്പോൾ ഓരോ ഫീച്ചേഴ്സും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്. അതിൽ ഫസ്റ്റ് പോയിന്റ് സെക്യൂർ ഡിബഞ്ചേഴ്സ്. സെക്യൂർ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഒരു അസറ്റിൻ്റെ മുകളിൽ ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണെന്ത്, സെക്യൂർ ഡിബഞ്ചർ. ഡിബഞ്ചർ ദാറ്റ് ആർ സെക്യൂർഡ് ബൈ എ ചാർജ് ഓൺ ദി അസറ്റ് ഓഫ് ദി കമ്പനി ഫോർ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു കമ്പനിയുടെ ഡിബഞ്ചർ ഒരു അസറ്റിൻ്റെ മുകളിൽ ആണെങ്കിൽ, നൽകുന്നത് ഒരു അസറ്റിൻ്റെ മുകളിൽ ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് സെക്യൂർ ഡിബഞ്ചേഴ്സ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അൺസെക്യൂർഡ് ഓർ നെയ്ക്ക് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് ദാറ്റ് ആർ നോട്ട് സെക്യൂർഡ് ബൈ എനി അസറ്റ്, ഒരു അസറ്റിൻ്റെ മുകളിലും അല്ല. ആർ ഇഷ്യൂഡ് ഓൺലി ഓൺ ദി ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് കൂട്ടാൻ വേണ്ടി മാത്രം ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറാണെന്ത്, അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ രണ്ട് ഡിബഞ്ചർ പറഞ്ഞു, ഒരു അസറ്റിൻ്റെ മുകളിൽ ആണെങ്കിൽ അതിനെ സെക്യൂർഡ് എന്നും, അസറ്റിൻ്റെ മുകളിൽ അല്ലാതെ ക്രെഡിറ്റ് വർത്തിനെസ്സിന് മാത്രം ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറാണെന്ത്, അൺസെക്യൂർഡ് ഡിബഞ്ചർ. ദെൻ തേർഡ് ആണ് റെഡീമബിൾ. അപ്പോൾ ഈ ഒരു പേപ്പറിൽ പല ഭാഗത്തും ഷെയറിൽ നമ്മൾ പറഞ്ഞു റെഡീമബിൾ. അപ്പോൾ ഓരോ ഭാഗത്തും റെഡീമബിളും ഇറെഡീമബിളും വരും. റെഡീമബിൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫിക്സഡ് കാലാവധി ഉണ്ടായിരിക്കും. ഇറെഡീമബിൾ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കില്ല, ഫിക്സഡ് കാലാവധി ഉണ്ടായിരിക്കില്ല. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡിബഞ്ചർ ദാറ്റ് ആർ റീപേയബിൾ ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ്. ഇപ്പോൾ ഒരു കാലാവധിക്ക് ശേഷം ഡിബഞ്ചർ റീപേയ്മെൻറ്റ് നടത്തുമെങ്കിൽ അതിനെ പറഞ്ഞ പേരാണിത് റെഡീമബിൾ. അല്ലേ, ഒരു പീരീഡ് ആവാം, ഒരു ഡേറ്റ് ആവാം. ഇപ്പോൾ 5 വർഷം, ആ 5 വർഷം ഞാൻ തരണം, അതിൻ്റെ റീപേയ്മെൻറ്റ് നൽകണം. നെക്സ്റ്റ് ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ് ഓർ പെർപ്പച്വൽ ഡിബഞ്ചേഴ്സ് എന്ന് പറയും. ഡിബഞ്ചേഴ്സ് ദാറ്റ് ആർ നോട്ട് റീപേയബിൾ ഡ്യൂറിങ് ദി ലൈഫ് ടൈം ഓഫ് എ കമ്പനി ആൻഡ് ആർ റെഡീംഡ് ഓൺലി അറ്റ് ലിക്വിഡേഷൻ. ലിക്വിഡേഷൻ്റെ സമയത്ത്, അതായത് ഒരു കമ്പനീൻ്റെ വൈൻഡിങ് അപ്പ് പിരിച്ചുവിടുന്ന സമയത്ത് മാത്രം റെഡീം ചെയ്യാൻ പറ്റുന്ന ഡിബഞ്ചറിനെ പറഞ്ഞ പേരാണിത് ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക കാര്യം, റെഡീമബിൾ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം ഡിബഞ്ചർ എന്ത് ചെയ്യും, റീപേയ്മെൻറ്റ് നടത്തും. അതിനാണ് റെഡീമബിൾ. ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഡിബഞ്ചർ, അല്ലെ, ലിക്വിഡേഷൻ സമയത്ത് മാത്രം റീപേയ്മെൻറ്റ് നടത്തുന്ന ഡിബഞ്ചറാണിത് ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ്. നെക്സ്റ്റ് ആണ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഒരു ഡിബഞ്ചർ ഷെയറായിട്ട്, ഇക്വിറ്റി ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം ഡിബഞ്ചറിനെയാണ് നമ്മൾ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഡിബഞ്ചേഴ്സ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരിയഡ്. ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം ഇക്വിറ്റി ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിബഞ്ചറാണിത് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്തരം ഡിബഞ്ചേഴ്സ് ഇക്വിറ്റി ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. എന്ത് മാത്രമേ പറ്റുള്ളൂ, അല്ലേ, റീപെയ്ഡ് ഇൻ ക്യാഷ് അറ്റ് മെച്യൂരിറ്റി. കാലാവധി സമയത്ത് മെച്യൂരിറ്റി ക്യാഷായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, ഇക്വിറ്റി ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ടൈപ്പാണ് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ്. ഒരു ഡിബഞ്ചർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലേ, കമ്പനിയുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഡിബഞ്ചറിന് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് വന്നത്. ഡിബഞ്ചേഴ്സ് ഹൂസ് ഓണർഷിപ്പ് ഈസ് റെക്കോർഡഡ് ഇൻ ദി കമ്പനി രജിസ്റ്റർ. ഡിബഞ്ചറിൻ്റെ ഓണർഷിപ്പ് കമ്പനിയുടെ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഡിബഞ്ചറാണെന്ത് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ്. അത് ട്രാൻസ്ഫർ ത്രൂ പ്രോപ്പർ ലീഗൽ പ്രൊസീജിയർ. അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമ്പോൾ എന്തിലൂടെയാണ്, പ്രോപ്പറായുള്ള നിയമ നടപടിയിലൂടെയാണ് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. അത്തരം ഡിബഞ്ചറിന് നമ്മൾ എന്ത് പറയുന്നത് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബിയറർ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് ദാറ്റ് ആർ ട്രാൻസ്ഫറബിൾ
ബൈ സിമ്പിൾ ഡെലിവറി ആൻഡ് ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ടു ദി ഹോൾഡർ. ഡിബഞ്ചർ ഒരു സിമ്പിൾ ഡെലിവറിയിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം ഡിബഞ്ചറിനെയാണ് നമ്മൾ ബിയർ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കം ഹോൾഡർക്ക് നൽകും. ഇവിടെ എന്തില്ല, ലീഗൽ പ്രൊസീജിയറുകളൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിമ്പിൾ ഡെലിവറിയിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സും കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്ന ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് റീറ്റേൺഡ് ഏർണിങ്സ്. റീറ്റേൺഡ് ഏർണിങ്സ് refers to profit earned by a company which are retained in the business instead of being distributed to shareholders as a dividend. ഒരു കമ്പനി അവരുടെ പ്രോഫിറ്റിൻ്റെ ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാതെ മാറ്റി വെക്കുന്ന, റീറ്റെയിൻ ചെയ്യുന്ന, അതിനെ നമ്മൾ എന്ത് വന്നത് റീറ്റേൺഡ് ഏർണിങ്സ് വന്നത്. അപ്പോൾ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കും, മറ്റു ഭാഗം എന്ത് ചെയ്യും, കമ്പനിയിൽ നമ്മൾ എന്ത് ചെയ്യും, റീറ്റെയിൻ ചെയ്ത് വെക്കും. അത്തരം റീറ്റെയിൻ ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ ഭാഗത്തിന് പറഞ്ഞ പേരാണിത് റീറ്റേൺഡ് ഏർണിങ്സ്. മറ്റു പേരുകളാണ് പ്ലഗിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയും, സെൽഫ് ഫിനാൻസിങ് എന്ന് പറയും, ഇൻറ്റേർണൽ ഫിനാൻസിങ് എന്ന് പറയും. അപ്പോൾ ഇൻറ്റേർണൽ ഫിനാൻസിങ് എന്ന് പറഞ്ഞാലും സെൽഫ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാലും പ്ലഗിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, റീറ്റേൺഡ് ഏർണിങ്സ് തന്നെയാണ്. നെക്സ്റ്റ് വരുന്ന ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ബോണ്ട്. എ ബോണ്ട് ഈസ് എ ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് issued by a government, corporation or financial institutions to raise fund from investors. ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഫണ്ട് ലഭിക്കാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഒരു ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ബോണ്ട്. ബോണ്ട് മെയിനായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ദെൻ കോർപ്പറേഷനുകളും ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളും ബോണ്ട് ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ ബോണ്ടും ഡിബഞ്ചറും ഏകദേശം സെയിം തന്നെയാണ്. രണ്ടും തന്നെയാണ് ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനികളാണ്, ബോണ്ട് മെയിനായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അതാണ് മേജർ ഡിഫറൻസ്. ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ്റും ഡിബഞ്ചർ മെയിനായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനികളുമാണ്. ദ ഇഷ്യൂ ആർ പ്രോമിസസ് ടു പേ പീരിയോഡിക് ഇൻട്രസ്റ്റ് ആൻഡ് റീപേ പ്രിൻസിപ്പൽ എമൗണ്ട് ഓൺ മെച്യൂരിറ്റി. ഇത് ഇഷ്യൂ ചെയ്യുന്ന ആൾ എന്ത് പ്രോമിസ് ചെയ്യും, അല്ലേ, പീരിയോഡിക് ഇൻട്രസ്റ്റ് നൽകാമെന്നും അതുപോലെ തന്നെ മെച്യൂരിറ്റി ടൈമിൽ, അതായത് കാലാവധി തീരുന്ന സമയത്ത് പ്രിൻസിപ്പൽ എമൗണ്ടും കൂടിയും തിരിച്ച് നൽകാമെന്ന് ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ ഡിബഞ്ചർ പോലെ തന്നെ ഉള്ള ഒരു ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണിത്. ബോണ്ട് മെയിനായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. നെക്സ്റ്റ് വരുന്ന ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ലീസ് ഫിനാൻസ്. ലീസ് എന്ന് പറഞ്ഞാൽ ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് ആണിത് ലീസ്. ലീസ് ഈസ് എ ഫിനാൻസിങ് അറേഞ്ച്മെൻറ്റ്, ഒരു ഫിനാൻസിങ് അറേഞ്ച്മെൻ്റ് ആണ് ഇൻ വിച്ച് ദി ഓണർ ഓഫ് ആൻ അസറ്റ്, അസറ്റിൻ്റെ ഓണർ അതായത് ലെസ്സർ ഗിവ്സ് ദി റൈറ്റ് ടു യൂസ് ദി അസറ്റ് ടു അനദർ പാർട്ടി. ഓണർ എന്ത് ചെയ്യുന്നു, അതിൻ്റെ അസറ്റ് മറ്റൊരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അയാൾക്ക് പറഞ്ഞ പേരാണിത് ലെസ്സി. അപ്പോൾ ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഒരു ഫിനാൻഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ്. ഫോർ എ സ്പെസിഫൈഡ് പീരീഡ്, ഒരു നിശ്ചിത കാലാവധിക്കാണ് കൊടുക്കുക. ഇൻ റിട്ടേൺ ഫോർ പീരിയോഡിക് പേയ്മെൻറ്റ്, ലെസ്സി എന്ത് ചെയ്യണം, ഒരു പീരിയോഡിക് പേയ്മെൻറ്റ് അദ്ദേഹത്തിന് നൽകണം. അതിന് പറഞ്ഞ പേരാണ് ലീസ് റെൻറ്റ്. അപ്പോൾ ലീസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ്, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പാട്ടക്കരാർ, അല്ലേ. അപ്പോൾ ഒരു എ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കാറ് ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇതാണ് ലീസ്. ഇപ്പോൾ അവരുടെ ഒരു 6 മാസത്തിനാണ് ഉപയോഗിക്കാൻ കൊടുക്കുന്നത്, ഒരു 15,000 രൂപക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി ലെസ്സറാണ്, ബി എന്ന് പറയുന്ന വ്യക്തി ലെസ്സിയാണ്. ഈ ബി എന്ത് കൊടുക്കണം, ഈ 15,000 രൂപ എക്ക് നൽകണം. ആ 6 മാസത്തിന് ശേഷം എന്ത് ചെയ്യണം, കാറും എക്ക് തിരിച്ച് നൽകണം. ഇതാണ് ഇങ്ങനെയുള്ള ഒരു കരാറ്, പാട്ടം എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. ഇത്തരം പാട്ട കരാറിനെ നമ്മൾ എന്ത് പറയുന്നത്, ലീസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇവിടെ 2 പാർട്ടീസാണ്. ഒരു പാർട്ടി ലെസ്സർ, അയാളാണിത് ഓണർ ഓഫ് ദി അസറ്റ് ഹു ഗീവ്സ് ദി ഇറ്റ് ഓൺ ലീസ്. ആരാണോ അസറ്റ് ലീസിന് കൊടുക്കുന്നത് അയാളാണ് ലെസ്സർ. ദെൻ ലെസ്സി എന്ന് പറഞ്ഞാൽ യൂസർ ഓഫ് അസറ്റ്, ആരാണോ അസറ്റ് ഉപയോഗിക്കുന്നത്. ഹു പേ ലീസ് റെൻറ്റ്, അയാളാണ് ലീസ് റെൻറ്റ് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൻ പുറത്ത് പല മേഖലയിലും ലീസ് ഫിനാൻസ് കാണാറുണ്ട്. പാടങ്ങൾ, അതുപോലെ തന്നെ വാഹനങ്ങൾ, അതുപോലെ തന്നെ ചില വീടുകളൊക്കെ ലീസിന് കൊടുക്കാറുണ്ട്.
നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ലീസ്. വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് ലീസ്. ഇവിടെ ഒരു 4 ടൈപ്സ് ഓഫ് ലീസാണ് ഇത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീസാണ് ഫിനാൻസ് ലീസ്. ഒരു ലോങ് ടേം ലീസാണ് ഫിനാൻസ് ലീസ്. വേർ ദി ലെസ്സി ബിയേഴ്സ് റിസ്ക് ആൻഡ് റിവാർഡ് ഓഫ് ഓണർഷിപ്പ്. ആരാണോ സ്വീകരിക്കുന്നത്, ആരാണോ ലീസിന് സാധനം എടുക്കുന്നത്, ലെസ്സി, അയാൾ എന്ത് ചെയ്യണം? എല്ലാ റിസ്ക്കും അയാൾ സഹിക്കണം. ഇപ്പോൾ ഒരു ലോങ് ടേം ആണ്. ഇപ്പോൾ ഒരു 5 വർഷത്തിന് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബിൽഡിങ് മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 5 വർഷം എല്ലാ കാര്യങ്ങളും ആരാണോ ഇത് സ്വീകരിച്ചത് അവരെന്ത് ചെയ്യണം? അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണം. ലെസ്സിയാണ് ഇവിടെ റിസ്ക്കൊക്കെ ഏറ്റെടുക്കണമെങ്കിൽ അതിന് പറഞ്ഞ പേരാണിത് ഫിനാൻസ് ലീസ്. ദെൻ ഓപ്പറേറ്റിംഗ് ലീസ് ഒരു ഷോർട്ട് ടേം ആണ്. ഇപ്പോൾ നമ്മൾ കാറൊക്കെ ഉപയോഗിക്കാൻ കൊടുക്കുന്നതൊക്കെ അല്ലേ, ഒരു 5 മാസം അല്ലെങ്കിൽ ഒരു 2 മാസത്തിനൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു ലീസിന് കൊടുക്കുന്നു. ഇവിടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആർക്ക് തന്നെയാണ്? ലെസ്സർക്ക് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും കേട് വന്നാൽ ആര് ശരിയാക്കണം? ലെസ്സർ ശരിയാക്കണം. അപ്പോൾ പ്രധാനമായിട്ടും 2 ലീസാണ്. ഒന്ന് ഫിനാൻസിങ് ലീസ് ലോങ് ടേം ആണ്, 2 ഓപ്പറേറ്റിംഗ് ലീസ് ഷോർട്ട് ടേം ആണ്. ദെൻ സെയിൽ ആൻഡ് ലീസ് ബാക്ക് ആണ്. ദ ഓണർ സെൽ ദി അസറ്റ് ടു എ ലീസിങ് കമ്പനി ആൻഡ് ലീസസ് ഇറ്റ് ബാക്ക് ഫോർ യൂസ്. ആദ്യം എന്ത് ചെയ്യും? ഓണർ ലീസിങ് കമ്പനിക്ക് എന്ത് കൊടുക്കും? അസറ്റ് വിൽക്കും. പിന്നീട് അത് ലീസിനെടുക്കും. ഓണർ ആദ്യം ലീസിങ് കമ്പനിക്ക് എന്ത് ചെയ്യും? അസറ്റ് വിൽറ്റിട്ട് പിന്നീട് ലീസ് എടുക്കുന്ന ലീസ് ഫിനാൻസിന് പറഞ്ഞ പേരാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക്. കറക്റ്റ് ആ വേർഡിൽ നിന്ന് മനസ്സിലാവും. ആദ്യം വിൽക്കും, പിന്നീട് അത് തിരിച്ചു വാങ്ങും. അതാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക്. നെക്സ്റ്റ് ആണ് ഡയറക്റ്റ് ലീസ്. ദ ലെസ്സർ പർച്ചേസ് അസറ്റ് ആൻഡ് ലെസ്സി ഇറ്റ് ഡയറക്റ്റ്ലി ടു ദി ലീസ്. ലെസ്സർ എന്ത് ചെയ്യുന്നു? ഒരു അസറ്റ് വാങ്ങുന്നു. ലെസ്സി എന്ത് ചെയ്യുന്നു? അത് ഡയറക്റ്റായിട്ട് ലീസിന് എടുക്കുന്നു. ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്ന ലീസാണിത് ഡയറക്റ്റ് ലീസ്. മെയിനായിട്ട് 3 ലീസാണ്: ഫിനാൻസ് ലീസ്, ഓപ്പൺ ലീസ്, സെയിൽ ആൻഡ് ലീസ് ബാക്ക്. ഈ 3-ന് നല്ല പ്രാധാന്യം കൊടുക്കാം. ഡയറക്റ്റ് ലീസ് ജസ്റ്റ് ഒന്ന് മീനിങ് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് വരുന്ന ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം ഇക്വിറ്റി ഫിനാൻസിങ് ആണ്. ഇത് പ്രൊവൈഡ് ചെയ്യുക മെയിനായിട്ട് ന്യൂ ഇന്നോവേറ്റീവ് ആൻഡ് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എൻ്റർപ്രൈസസ് ആണ്. അതായത് നമുക്കൊക്കെ ഒരു പുതിയതായിട്ട് അല്ലെ ഒരു ലോങ് ടേം ആയിട്ട് ഒരു ഫണ്ട് നൽകുന്ന, ഇപ്പം ഞാനൊരു ബിസിനസ് തുടങ്ങാൻ നിൽക്കുകയാണ്, അങ്ങനെ ലോങ് ടേം ആയിട്ട് ഫണ്ട് നൽകുന്ന ധനകാര്യ സ്ഥാപനമാണിത് വെഞ്ചർ ക്യാപിറ്റൽ. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് വെഞ്ചർ ക്യാപിറ്റൽ. ആർക്കാണ് ഇവർ നൽകുന്നത്? ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എൻ്റർപ്രൈസിന് ഫണ്ട് നൽകി സഹായിക്കുന്ന ഒരു ഫിനാൻസിങ് കമ്പനിയാണിത് വെഞ്ചർ ക്യാപിറ്റൽ. നെക്സ്റ്റ് വരുന്ന ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്. ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് refers to the investment made by wealthy individual in early startup in return for equity ownership. ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പുകൾക്ക്, അതായത് പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നവർക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഫണ്ട് നൽകി സഹായിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണിത് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് അല്ലേ. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരു മാലാകയെ പോലെ ഫണ്ട് നൽകുന്നവരാണ് ആര്? ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് നോട്ട് ഓൺലി പ്രൊവൈഡ് ഫണ്ട് ബട്ട് ആൾസോ ഓഫർ ബിസിനസ് ഗൈഡ്ലൈൻസ്, എക്സ്പീരിയൻസ് ആൻഡ് മെൻറ്ററിങ്. അവർ ഫണ്ട് മാത്രമല്ല നൽകുക, നമുക്ക് എന്തും കൂടി നൽകും. ഒരുപാട് ഗൈഡൻസ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ബിസിനസ് നടത്തിയാൽ നിങ്ങളുടെ സക്സസ് ആവും. അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നൽകും. അതുപോലെ തന്നെ മോണിറ്ററിങ്ങും അവർ നൽകും. ഇറ്റ് ഇൻവോൾവ്സ് ഹൈ റിസ്ക് ബട്ട് പോസിബിലിറ്റി ഓഫ് ഹൈ റിസ്ക്. ഈ ഏഞ്ചൽ ഇൻവെസ്റ്റിങ്ങിൽ ഹൈ റിസ്കിന് സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഹൈ റിട്ടേണും സാധ്യതയുണ്ട്. അപ്പോൾ പുതുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏർലി സ്റ്റേജിൽ അവരുടെ പാരമ്പര്യ ഘട്ടത്തിൽ ഫണ്ട് നൽകുന്ന സഹായിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളാണ് അത് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്. അവർ ഫണ്ട് മാത്രമല്ല നൽകുക, നമുക്ക് ഗൈഡൻസും സപ്പോർട്ടും കൂടിയും അവർ നൽകും. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് വാറൻസ്. എ വാറൻസ് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഗിവ്സ്
the holder the right but not obligation to buy shares of the company at a specified price within a specified period. വാറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് ഹോൾഡർക്ക് ഒരു റേറ്റ് നൽകുകയാണ്. ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ, കടമൊന്നുമില്ല. ഒരു ഷെയർ വാങ്ങാനുള്ള ഒരു എന്ത് ചെയ്യാണ്, റേറ്റ് നൽകുകയാണ്. നിങ്ങൾക്ക് ഇന്ന ടൈമിൽ ഇന്നത് വാങ്ങിക്കഴിഞ്ഞാൽ ഇന്ന ബെനഫിറ്റ് ലഭിക്കും, അതിനുള്ളൊരു അവകാശം നൽകലാണെന്ത് വാറൻസ്. നമുക്ക് വാങ്ങണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അല്ലെ, നമ്മൾ സാധാരണ വാറണ്ടി എന്ന് പറയും പോലെ വാറണ്ടി എന്താണ്, ഒരു 5 വർഷത്തിന് നമുക്കൊരു ബെനഫിറ്റ് തരികയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഇവിടെ വാറൻസ്. ഒരു ലോങ് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് വാറൻസ്. ഈ ടേമാണ് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. റൈറ്റ് ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ. റൈറ്റ് ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ ആണത് വാറൻസ്. ഇനി പ്രധാനപ്പെട്ട വാറൻസുമായി ബന്ധപ്പെട്ട പോയിന്റ് നോക്കാം. ഈ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാറൻസ് ഗിവ് റൈറ്റ് ടു പർച്ചേസ് ഇക്വിറ്റി ഷെയർ. ഒരു കമ്പനി എന്ത് ചെയ്യാണ്, അവരുടെ ഇക്വിറ്റി ഷെയർ പർച്ചേസ് ചെയ്യാൻ റേറ്റ് നൽകാം. ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ, ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇഷ്യൂഡ് മെയിൻലി ബൈ കമ്പനി. വാറൻസ് ആണ് ഇഷ്യൂ ചെയ്തത്, കമ്പനികളാണ് മെയിനായിട്ടും വാറൻസ് ഇഷ്യൂ ചെയ്തത്. യൂഷ്വലി അറ്റാച്ച്ഡ് ടു ഡിബെഞ്ചേഴ്സ് ഓർ പ്രിഫറൻസ് ഷെയർസ്. യൂഷ്വലായിട്ട് പതിവായിട്ട് ഈ വാറൻസ് ഒന്നില്ലെങ്കിൽ ഡിബെഞ്ചേഴ്സുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. എക്സറൈസബിൾ അറ്റ് ഫിക്സഡ് പ്രൈസ്. ഇത് എക്സറൈസ് ചെയ്യുക, നമ്മളിത് അല്ലേ ഈ ഒരു പീരീഡ് അവസാനിപ്പിക്കുക ഒരു ഫിക്സഡ് പ്രൈസ് അല്ലെങ്കിൽ എക്സറൈസ് പ്രൈസ്, നമ്മൾ എന്താണോ തീരുമാനിച്ചത് ആ വിലക്കായിരിക്കും. വാലിഡ് ഫോർ എ സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈം. ഒരു ഫിക്സഡ് കാലാവധി തീരുമാനിക്കും. ഹെൽപ്സ് കമ്പനീസ് റൈസ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻ ഫ്യൂച്ചർ. ഇതെന്ത് ചെയ്യും, കമ്പനികളെ ഭാവിയിൽ അഡീഷണൽ ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണിത് വാറൻസ്. റൈറ്റ് ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ, ആ വേർഡ് മറക്കണ്ട. നെക്സ്റ്റ് വരുന്ന ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് പ്രൈവറ്റ് ഇക്വിറ്റി. പ്രൈവറ്റ് ഇക്വിറ്റി ഈസ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസ് ഇൻ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസ് ദാറ്റ് ആർ നോട്ട് ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നൽകുന്ന പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമുകളാണ് പ്രൈവറ്റ് ഇക്വിറ്റി. പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് പ്രൊവൈഡ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇവരെന്ത് ചെയ്യും, ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നൽകും, അതുപോലെ തന്നെ കമ്പനികളുടെ മാനേജ്മെൻറ്റിലും ഡിസിഷൻ മേക്കിംഗും ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു ഇംപ്രൂവ് പെർഫോമൻസ് ആണ്. പെർഫോമൻസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ആണ്. പെർഫോമൻസ് കൂട്ടുക, പ്രോഫിറ്റബിലിറ്റി കൂട്ടുക എന്നതാണ് പ്രൈവറ്റ് ഇക്വിറ്റിയുടെ മെയിനായിട്ട്. ആൻഡ് എക്സിറ്റ് ലേറ്റർ ത്രൂ IPO ഓർ സെയിൽ. ഇനീഷ്യൽ പബ്ലിക് ഓഫറിലൂടെയോ സെയിലിലൂടെയോ ഇവർ എക്സിറ്റ് ചെയ്യും. ആ പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമുകളാണ്. നെക്സ്റ്റ് വരുന്ന ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് കൺവേർട്ടബിൾസ്. കൺവേർട്ടബിൾസ് ആർ നെക്സ്റ്റ് വരുന്ന ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് കൺവേർട്ടബിൾസ്. കൺവേർട്ടബിൾസ് ആർ സെക്യൂരിറ്റീസ് സച്ച് ആസ് ഡിബെഞ്ചേഴ്സ് ഓർ പ്രിഫറൻസ് ഷെയർസ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരിയഡ്. കൺവേർട്ടബിൾസ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ആണ്. അത് ഡിബെഞ്ചേഴ്സ് ആവാം, പ്രിഫറൻസ് ഷെയർസ് ആവാം. നമുക്ക് എന്തിനു പറ്റും, ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റീസിന് പറഞ്ഞ പേരാണിത് കൺവേർട്ടബിൾസ്. ദ കമ്പൈൻ ഫീച്ചേഴ്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി യൂഷ്വലി ക്യാരി ലോവർ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്. ഇതിന് രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് ഉണ്ട്. ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും ഫീച്ചേഴ്സ് ഉൾക്കൊള്ളുന്നതാണിത് കൺവേർട്ടബിൾസ്. കൺവേർട്ടബിൾസ് റെഡ്യൂസ് ഫ്യൂച്ചർ ഡെപ്റ്റ് ബട്ട് മേ ലീഡ്സ് ടു ഡെലൂഷൻ ഓഫ് ഓണർഷിപ്പ്. ഫ്യൂച്ചർ ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്യും, എന്തിലേക്ക് ലീഡ് ചെയ്യും, ഓണർഷിപ്പിൻ്റെ ഡെലൂഷനിലേക്ക് ഇവർ ലീഡ് ചെയ്യും. ജസ്റ്റ് മനസ്സിലാക്കുക, കൺവേർട്ടബിൾസ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റും ഇക്വിറ്റിയും പാടെ കൂടിയതാണെന്ത് കൺവേർട്ടബിൾസ്. അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇക്വിറ്റി ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റീസിക്ക് പറഞ്ഞാണിത് കൺവേർട്ടബിൾ. നമ്മൾ ആൾറെഡി പഠിച്ചതാണ് കൺവേർട്ടബിൾ ഡിബെഞ്ചറും കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയറും. അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ
പ്രധാനപ്പെട്ട ഏരിയ ആണ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. ഓക്കെ, താങ്ക് യു.